10 മാസം കൊണ്ട് നേടാം. ഇത് സിമ്പിളല്ല, ഇത് ഒറ്റയ്ക്ക് പറ്റില്ല. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം, അല്ലേ? അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് അറിയുമെന്ന് അറിയില്ല, നമ്മുടെ നാട്ടുപ്രദേശത്ത് കുളം, ഈ കുളം പണ്ട് വൃത്തിയാക്കിയിരുന്നത് വർഷത്തിൽ, അല്ലേ, സെൻറ്ററിൽ ഒരു പാള വെച്ച് കെട്ടിയിട്ട് 2 പേര് കയർ കെട്ടി അപ്പുറം ഇപ്പുറം നിൽക്കും. എന്നിട്ട് 2 പേര് ആ വെള്ളം തെക്കി പുറത്തേക്ക് കളയും. അവർ ക്ഷീണിക്കുമ്പോൾ ഫ്ലോ കുറേ അടുത്ത ആൾക്കാർ വരും. അങ്ങനെയാണ് പണ്ട് കുളം വറ്റിച്ചിരുന്നത്. പക്ഷെ പിന്നീട് എന്ത് വന്നു? മെഷീൻ വന്നു. മെഷീൻ വന്നപ്പോൾ എന്ത് വന്നു? ആ മെഷീനിൽ ഒരു പൈപ്പ് ഉണ്ടാവും. ആ പൈപ്പ് കുളത്തിലേക്ക് ഇറക്കി വെക്കും. ഫുട് വാൽവ് ഒരു കൊട്ടയിൽ വെക്കും. കുറച്ച് പെട്രോൾ ഒഴിക്കും. മെഷീൻ കറക്കി സ്റ്റാർട്ട് ചെയ്യും. നിസാര മണിക്കൂറുകൾ കൊണ്ട് കുളം വറ്റും. അപ്പോൾ അത് ഒരു മെഷീൻ്റെ സഹായത്തോടെ വന്നപ്പോൾ അവിടെ 2 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്ന്, ഫുട് വാൽവിൽ ചെളി കയറുന്നുണ്ടോ, 2 പെട്രോൾ തീരുന്നുണ്ടോ. ഈ 2 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും 2 കോടി രൂപ നേടണമെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കാനുള്ളൂ. ഒന്ന് ഫുട് വാൽവ്, അല്ലേ, 2 പെട്രോൾ. ഈ 2 കാര്യങ്ങൾ പഠിച്ചാൽ വെരി സിമ്പിളായിട്ട് നമുക്കതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ദ മെഷീൻ പ്രിൻസിപ്പിൾ. എങ്ങനെ കുളം വറ്റിക്കാൻ മെഷീൻ വെച്ച പോലെ നിങ്ങൾക്കും 2 കോടി രൂപ ഏൺ ചെയ്യാം. അപ്പം അതിലേക്ക് 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഒന്ന് പീപ്പിൾ, 2 പ്രോസസ്, 3 റൂൾസ് ഈസിക്കൽ ടു 2 കോടി രൂപ. ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് 2 കോടി രൂപ ഏൺ ചെയ്യാൻ പറ്റും. പീപ്പിൾ പ്ലസ് പ്രോസസ് പ്ലസ് റൂൾസ് ഈസിക്കൽ ടു 2 CR. What is A plus B all square? A square plus 1AB plus B square. അത് പഠിച്ചിട്ട് എന്തുണ്ടാക്കി? ഒന്നുണ്ടാക്കി. ഇത് പഠിച്ചാൽ 2 കോടി ഉണ്ടാക്കാം, അല്ലേ? എന്താണ് പൈത്തഗോറസ് സിദ്ധാന്തം? ടീച്ചർ, വാട്ട് ഈസ് പൈത്തഗോറസ് സിദ്ധാന്തം? എന്തിനാ പഠിച്ചത്, അല്ലേ? കോസ് തീറ്റ ടാൻ തീറ്റ എന്തായിരുന്നു? എന്തിനാ പഠിച്ചത്? പക്ഷേ ഇവിടെ നമുക്ക് പഠിക്കാം, അല്ലേ, ഈ 3 റൂളുകൾ. ഈ 3 റൂളുകൾ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം, അല്ലേ? നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ട് നമ്മളൊരു സമ്പന്നനായില്ല? നമ്മുടെ പൂർവികർ പണ്ട് കുരങ്ങന്മാരിൽ നിന്നും മനുഷ്യനായി. ആ മനുഷ്യൻ ഗുഹകളിൽ താമസിക്കുന്നു. ഗുഹകളിൽ താമസിച്ച് വിശക്കുമ്പോൾ പുറത്തു പോകുന്നു, വേട്ടയാടുന്നു, ഗുഹയിൽ കൊണ്ടുവരുന്നു, പാകം ചെയ്യുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു, പിള്ളേരുണ്ടാവുന്നു. ഇത് തന്നെയായിരുന്നു, അല്ലേ? ഇത് തന്നെയാണ് ഇന്നത്തെ എംപ്ലോയീസും ഫോളോ ചെയ്യുന്നൊരു രീതി.